അസ്സലാമു അലൈക്കും. കൈഫൽ ഹാൽ? പ്രിയപ്പെട്ട കുട്ടികളെ, സുഖമല്ലേ എല്ലാവർക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു പുതിയൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടില്ലേ? ആരാണത്? മൻ? ഹാദിഫ്. ആരാണ്? ഹാദിഫ്. ഹാദിഫിന് എന്താ സംഭവിച്ചത്? ഹാദിഫിൻ്റെ പട്ടത്തിനെന്ത് പറ്റി? ഹാദിഫിൻ്റെ തോയിറത്തുൽ വറക്കിയക്ക് എന്ത് പറ്റി? മരത്തിൽ കുടുങ്ങിയല്ലേ? മരത്തിൽ കുടുങ്ങിയപ്പോൾ ഹാദിഫ് എന്താ ചെയ്തത്? ഹാദിഫ് സങ്കടത്തോടെ ആ പട്ടം കിട്ടാൻ വേണ്ടി, പട്ടം ലഭിക്കാൻ വേണ്ടി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആരെ കണ്ടത്? ഒരാളെ കണ്ടില്ലേ? ആരെയാണ് കണ്ടത്? സിഞ്ചാബിനെ കണ്ടല്ലേ? ആരെ കണ്ടു? സിഞ്ചാബ്. ആരാ സിഞ്ചാബ് എന്ന് പറഞ്ഞാൽ? എല്ലാവരും പറയൂ. സിഞ്ചാബ് എന്ന് പറഞ്ഞാൽ അണ്ണാനെ കണ്ടു. അണ്ണാൻ എവിടെയായിരുന്നു? സിഞ്ചാബു അലഷജറ. എവിടെ? മരത്തിൻ്റെ മുകളിലായിരുന്നു അല്ലേ? എന്നിട്ട് ഹാദിഫ് എന്തു ചെയ്തു? സിഞ്ചാബിനോട് ചോദിച്ചു, എൻ്റെ പട്ടമൊന്ന് എടുക്കാൻ എന്നെ സഹായിക്കുമോ? അല്ലേ? ഒരു സംഭാഷണമാണ്, ഹിവാറാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഒരു സംഭാഷണം ആദ്യം തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. മസാഉൽ ഖൈർ. മസാഉൻ നൂർ. മിൻ ഫളിക് ഹൽ തുസായിദിനി? طبعا. ماذا؟ طائرتي الورقية. أين؟ على هذه الشجرة. سأساعدك. من فضلك انتظر. എല്ലാവരും ഹിവാറ് കേട്ടില്ലേ? സംഭാഷണം കേട്ടില്ലേ? എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? ഹൽ തുസായിദുനി. ഹൽ തുസായിദുനി, അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. എന്താ ഹൽ തുസായിദുനി എന്ന് ചോദിച്ചാൽ? എന്നെ ഒന്ന് സഹായിക്കാമോ? എന്താണ്? എന്നെ ഒന്ന് സഹായിക്കാമോ? ഹൽ തുസായിദുനി. ഇതാരായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഹാദിഫ് ചോദിച്ചതാവും അല്ലേ? നമുക്കിനി ഹിവാറ് നോക്കാം. ആദ്യം തന്നെ ഹാദിഫ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കറിയാം, ഒരാൾ വൈകുന്നേരം നമ്മൾ കാണുമ്പോൾ അയാളോട് നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മൾ പഠിച്ചതാണല്ലേ. എന്താ പറയുക? മസാഉൽ ഖൈർ. എന്താ പറയുക? മസാഉൽ ഖൈർ. മസാഹുൽ ഖൈർ അല്ലേ? മസാഉൽ ഖൈർ എപ്പോഴാണ് നമ്മൾ പറയുക? വൈകുന്നേരമാണ് പറയുക. ഒരാളെ ആദ്യമായി കാണുമ്പോൾ പറയുന്ന ചില വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരാൾ ആദ്യമായി കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? ഒന്നെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയാം അല്ലേ? അതിനെന്താ മറുപടി പറയുക? വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ, അങ്ങനെ മറുപടി പറയാം. അതുപോലെ ഒരാളെ രാവിലെയാണ് കാണുന്നതെങ്കിൽ അയാളോട് നമ്മൾ എന്ത് പറയും? ഗുഡ് മോർണിംഗ് എന്ന് പറയും അല്ലേ? അത് അറബിയിലാകുമ്പോഴെങ്ങനെ പറയും? സ്വബാഹുൽ ഖൈർ. സ്വബാഹുൽ ഖൈർ. സ്വബാഹുൽ ഖൈർ എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ എന്താ അയാളോട് മറുപടി പറയുക? സ്വബാഹുന്നൂർ. എന്താണ്? സ്വബാഹുന്നൂർ. അപ്പോൾ രാവിലെയാണ് കാണുന്നതെങ്കിൽ സ്വബാഹുൽ ഖൈർ എന്ന് പറയും. വൈകുന്നേരമാണ് കാണുന്നതെങ്കിൽ മസാഉൽ ഖൈർ. എല്ലാ സമയത്തും പറയാൻ പറ്റിയൊരു വാക്കാണെന്ത്? അസ്സലാമു അലൈക്കും, താങ്കൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് നമുക്ക് പറയാം. മസാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ അതിനെന്താ മറുപടി പറയുക? സിഞ്ചാബ് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? മസാഉൻ നൂർ. മസാഉൽ ഖൈർ, മസാഉൻ നൂർ. എന്നിട്ട് ഹാദിഫ് ചോദിക്കുകയാണ്, മിൻ ഫളിക് ഹൽ തുസായിദുനി. മിൻ ഫളിക് ഹൽ തുസായിദുനി. എന്താണ് അർത്ഥം? പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കാമോ?
ഹൽ തുസായിദുനി, എന്നെ ഒന്ന് സഹായിക്കാമോ? അപ്പോൾ സിഞ്ചാബ് എന്ത് പറഞ്ഞു? തൊബൻ, അതെ സഹായിക്കാമല്ലോ. എന്താണ് മാതാ, എന്താ നിന്നെ സഹായിക്കേണ്ടത്? സിഞ്ചാബ് സിഞ്ചാബിന് സഹായിക്കാൻ ഇഷ്ടമാണല്ലേ? സിഞ്ചാബ് പറഞ്ഞു ശരി, ഞാൻ റെഡിയാണ്. മാതാ, എന്താണ് നിന്നെ സഹായിക്കേണ്ടത്? മാതാ നമ്മൾ പഠിച്ചതാണ്. മാതാ എന്താണ്? ഹാദിഫ് പറഞ്ഞു തോഇറത്തിയൽ വറക്കിയ. എന്താ പറഞ്ഞത്? തോഇറത്തിയൽ വറക്കിയ, എൻ്റെ പട്ടം. എന്താ ഹാദിഫ് പറഞ്ഞത്? എൻ്റെ പട്ടം. അപ്പോൾ സിഞ്ചാബ് ചോദിച്ചു ഐന, എവിടെയാണ് തോയിറത്തുൽ വറക്കിയ? നിൻ്റെ പട്ടം എവിടെയാണ്? ഐന എവിടെ? അപ്പോൾ ഹാദിഫ് പറഞ്ഞു അലാ ഹാദിഹി ഷജറ, അതാ ആ മരത്തിൻ്റെ മുകളിൽ. ഹാദിഫ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അലാ ഹാദിഹി ഷജറ, ഇതാ ഈ മരത്തിൻ്റെ മുകളിലാണ് എൻ്റെ പട്ടമുള്ളത്. സിഞ്ചാബ് അപ്പോൾ പറഞ്ഞു സ ഉസായിദുക, നീ വിഷമിക്കണ്ട, നീ സങ്കടപ്പെടണ്ട. സ ഉസായിദുക, ഞാൻ നിന്നെ സഹായിക്കാം, നിൻ്റെ പട്ടം ഞാൻ നിനക്ക് എടുത്തു തരാം. സ ഉസായിദുക, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് സിഞ്ചാബ് എന്ത് ചെയ്തു? മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. സിഞ്ചാബ് പറഞ്ഞു മിൻ ഫദ്ലിക് ഇൻതളിർ, കുറച്ച് സമയം നീ ഒന്ന് കാത്തു നിൽക്കൂ പ്ലീസ്, കുറച്ച് സമയം നീ ഒന്ന് കാത്തു നിൽക്കൂ, ഞാൻ എന്ത് ചെയ്യാം? നിന്നെ സഹായിക്കാം. ഇൻതളിർ, എന്താ ഇൻതളിർ എന്ന് പറഞ്ഞാൽ? നീ കുറച്ച് സമയം കാത്തു നിൽക്കൂ, ഞാൻ പട്ടം എടുത്തു തരാം. ഇൻതളിർ, നീ കാത്തു നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സിഞ്ചാബ് എന്ത് ചെയ്തു? മരത്തിൻ്റെ മുകളിലേക്ക് ഓടിക്കയറിപ്പോയിട്ട് എന്ത് ചെയ്തു? സിഞ്ചാബ് പട്ടമെടുത്ത് കൊണ്ടുവന്നിട്ട് ആർക്ക് കൊടുക്കുകയാണ്? നോക്കൂ, സിഞ്ചാബ് പട്ടവും കൊണ്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. ശുക്രൻ, അഫ്വൻ. കണ്ടോ? പട്ടം കൊണ്ട് കൊടുത്തപ്പോൾ എന്താണ് ഹാദിഫ് പറഞ്ഞത്? അല്ലേ, നമ്മളെ ഒരാൾ സഹായിച്ചാൽ അയാളോട് നമുക്ക് പറയാൻ പറ്റിയൊരു വാക്കുണ്ട്. എന്താണത്? അതാണ് ഹാദിഫ് പറഞ്ഞത്. എന്താണ്? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയോ? എന്തായിരുന്നു പറഞ്ഞത്? അതെ, ശുക്രൻ. എന്ത് പറഞ്ഞു? ശുക്രൻ. എന്തു പറയണം നമ്മൾ? ശുക്രൻ. എന്താ ശുക്രൻ എന്ന് പറഞ്ഞാൽ? താങ്ക് യു, നന്ദി, അല്ലേ? ശുക്രൻ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു ശുക്രൻ എന്ന്? ഹാദിഫ് പറഞ്ഞു. ശുക്രൻ എന്ന് പറയുമ്പോൾ തിരിച്ചെന്താണ് പറയേണ്ടത്? അഫുവൻ. എന്താണ്? അഫുവൻ, അല്ലേ? അത് നമ്മൾ പഠിച്ചതാണ്. ശുക്രനും അഫുവൻ. ശുക്രൻ, അഫുവൻ. മറന്നു പോകുമോ? ഇല്ല അല്ലേ? ത്വാഇറത്തുൽ വറക്കിയ കിട്ടിയപ്പോൾ ഹാദിഫിന് സന്തോഷമായി. ഹാദിഫ് സന്തോഷം കൊണ്ട് ഒരു പാട്ട് പാടി. ആ പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ത്വാഇറത്തുൽ വറക്കിയ ബിൽ അൽവാനിൽ വർദിയ ത്വാറത്ത് വർത്തഫഅത് ജിദ്ദ ഫൗക തിലാലിൽ ബരിയ. ത്വാഇറത്തുൽ വറക്കിയ കിട്ടിയ സന്തോഷത്താൽ ഹാദിഫ് പാടിയ പാട്ട് കേട്ടില്ലേ എല്ലാവരും? എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? എന്താണ് ഹാദിഫ് പാടിയതെന്നറിയുമോ? അത്വാഇറത്തുൽ വറക്കിയ ബിൽ അൽവാനിൽ വർദിയ, വർദിൻ്റെ കളറുള്ള, ചുവന്ന കളറുള്ള ത്വാഇറത്തുൽ വറക്കിയാണത്. ത്വാറത്ത് വർത്തഫഅത് ജിദ്ദൻ ഫൗക തിലാലിൽ ബരിയ, അതെ, അത് ആകാശത്തിങ്ങനെ ഉയർന്നു പറക്കുകയാണ്. കുന്നുകളുടെയും മരങ്ങളുടെയും അതുപോലെ അതിൻ്റെയൊക്കെ മുകളിലൂടെ ആ പട്ടം ഉയർന്നുയർന്ന് പറക്കുന്നു എന്ന് അവൻ സന്തോഷത്താൽ പാട്ടുപാടി. ഈ പദ്യം നമുക്ക് ഒന്നുകൂടി കേട്ട് നോക്കാമല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് പാടി എനിക്ക് അയച്ചു തരണം.
طارت وارتفعت جدا فوق تلال البرية. ഇനി നമുക്ക് ഒന്ന് രണ്ട് വർക്കുകൾ ഞാൻ പറഞ്ഞു തരാം, എല്ലാവരും ചെയ്തു വെക്കണം. ഒന്നാമത്തെ വർക്ക്, ഈ പാഠത്തിൽ നമ്മൾ പുതിയതായി പഠിച്ച ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ബുക്കിൽ എഴുതുക, അതിൻ്റെ അർത്ഥവും എഴുതി വെക്കുക. രണ്ടാമത്തെ കാര്യം, ഈ പാഠത്തിൽ നമ്മൾ ഒരുപാട് കലിമാത്തു തഹദീബിയകൾ പഠിച്ചു, ഉപചാര വാക്കുകൾ അല്ലേ. ഒരാൾ ആദ്യം കാണുമ്പോൾ പറയേണ്ടുന്ന വാക്കുകൾ, രാവിലെ ആണെങ്കിൽ എന്താ പറയുക, വൈകുന്നേരമാണെങ്കിൽ എന്താ പറയുക, അതുപോലെ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് അപേക്ഷിക്കുമ്പോൾ ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു ഒരു വാക്ക് പറയില്ല, എന്താ, പ്ലീസ്. നമ്മൾക്ക് ആരെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ അയാളോട് പറയുന്ന വാക്കുകൾ അല്ലേ, എന്താ പറയുക, നമുക്കറിയാം, നാം പാഠത്തിൽ പഠിച്ചു. ഈ പാഠത്തിൽ പഠിച്ചതും അതല്ലാത്തതുമായ ഒരുപാട് ഇത്തരം ഉപചാര വാക്കുകളുണ്ട്. ഇത്തരം വാക്കുകൾ കണ്ടെത്തി അതൊരു ചാർട്ടാക്കി എഴുതി എനിക്ക് അയച്ചു തരണം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഹാദിഫിൻ്റെ ബാക്കി കഥയുമായി നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.